വലിയൊരു ചരിത്ര നേട്ടമാണ്. 102 UDF 102 സീറ്റ് നേടിയ UDF തിരികെ 10 വർഷത്തിന് അധികാരം വരികയാണ്. ഭരണത്തിലുണ്ടായിരുന്ന മുന്നണിക്ക് 35 ഒതുങ്ങി. എന്താണ് ഈ ജനവികാരത്തെ വിലയിരുത്തുന്നത്? അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് യാതനകളും വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം, അപ്പോൾ ആ മോചനം ആണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവർ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പലിശ അടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ UDFിൻ്റെ നേതൃത്വത്തിൽ ഇനി നല്ലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കും. UDFന് അതിന് പ്രാപ്തരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെയുണ്ട്. UDFിൻ്റെ ടീം വർക്കിൻ്റെ വിജയമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ വിജയം ജനങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ല, അത് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളൊക്കെ വന്നതിൻ്റെ ശേഷമായിരിക്കും ആരെല്ലാമാണ് മന്ത്രിമാരാവുക എന്നുള്ള ആ ഒരു ഗൗരവതരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരിക. അതൊരിക്കലും ഞങ്ങൾ നേരത്തെ തന്നെ അവകാശം ഉന്നയിച്ചിട്ടില്ലല്ലോ. മന്ത്രിസഭ, നല്ലൊരു മന്ത്രിസഭ വരണം, ലീഗിനെ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സത്യപ്രതിജ്ഞ വൈകാതെ വേണമെന്നുള്ള ഒരു ആഗ്രഹം ലീഗിനുണ്ടോ? സത്യപ്രതിജ്ഞ വൈകാതെ ആർക്ക് വേണ്ടി? അതൊക്കെ അവരുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ വികാരങ്ങളായിരിക്കും. അവസാനം അന്തിമമായിട്ടൊരു തീരുമാനം വന്നാൽ ആ തീരുമാനത്തിനോടൊപ്പമായിരിക്കും എല്ലാവരും ഉണ്ടാവുക. സത്യപ്രതിജ്ഞ വൈകരുതെന്ന അഭിപ്രായം ലീഗിനുണ്ടോ? ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഹൈക്കമാൻഡ് ഈ തീരുമാനത്തിലെത്തുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, ഹൈക്കമാൻഡ് കോൺഗ്രസിനാണല്ലോ അതിൽ അന്തിമമായിട്ടൊരു തീരുമാനം പറയേണ്ടത്. അത് ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും തീരുമാനം പറയുക. അപ്പോൾ ഞങ്ങൾ അവരോട് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയും. ഇല്ല, ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ല. ലീഗ് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ വരണം. കുഞ്ഞാലി സാഹിബ് അതിൽ നല്ലൊരു പ്രാതിനിധ്യം ഉണ്ടാവും, നല്ലൊരു സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാവും. അല്ല, ജനങ്ങൾ തിരുത്തി കഴിഞ്ഞു. ജനങ്ങൾ ഇതേവരെ വിചാരിച്ചിരുന്നത് അവർ തിരുത്തുമെന്നായിരുന്നു. അവർ തിരുത്താൻ തയ്യാറായില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ജനം തന്നെ നല്ലൊരു തിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഒരു തിരിച്ചുവരവ് അവർക്ക് സാധ്യമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് തമിഴ്നാട് സ്റ്റേറ്റ് മുസ്ലിം ലീഗാണ് അത് തീരുമാനിക്കേണ്ടത്. അവിടെ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അപ്പം ഞങ്ങൾ പറയാം. അതെ, അതിപ്പോൾ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഉണ്ടാവും, ലീഗിന്റെ പ്രാതിനിധ്യം ഉണ്ടാവും. കേരള കോൺഗ്രസ് ഇവിടെ ഇല്ലല്ലോ. അല്ല, അതുകൊണ്ട് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രാതിനിധ്യം മലപ്പുറത്തെ മന്ത്രിമാരിൽ ഉണ്ടാവും. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.